കാൽവറിയിൽ തന്റെ ഏകജാതനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും ബഹുമാനവും ഉണ്ടാകുമാറാകട്ടെ. നമ്മെ സ്നേഹിച്ചവനും തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കി പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും ഏവർക്കും അറിയിക്കട്ടെ. നാം 65-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ അറിയുന്നത് പോലെ പഴയ നിയമത്തിൽ അവർക്ക് ആഗ്രഹിക്കുവാൻ കഴിയുന്നതിൻ്റെ പരമാവധിയായിരുന്നു ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ വസിക്കുക എന്നത്. പഴയ നിയമത്തിൽ അവർക്ക് എത്തുവാൻ കഴിയുന്നതിൻ്റെ പരമാവധി ദൈവത്തിന്റെ ആലയത്തിലെ പ്രാകാരങ്ങളും അവന്റെ പടിവാതിലുകളും മാത്രമായിരുന്നു. അതുകൊണ്ടാണ് 84-ാം സങ്കീർത്തനത്തിലും മറ്റും പ്രാകാരങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരായിരിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ഭാഗ്യകരമായിട്ട് വർണ്ണിക്കുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ച് നമുക്ക് പ്രാകാരവും ആലയത്തിന്റെ വാതിലും കടന്ന് വിശുദ്ധ സ്ഥലത്തുകൂടെ അതിവിശുദ്ധമായതിലേക്ക് അഥവാ കൃപാസനത്തിങ്കിലേക്ക് തന്നെ പ്രവേശിപ്പാൻ ദൈവം ഭാഗ്യം നൽകിയിരിക്കുന്നു. സ്തോത്രം. അതിനുവേണ്ടി യേശു തന്റെ ശരീരം എന്ന തിരശീലയെ ചീന്തി പുതിയ വഴി നമുക്ക് വേണ്ടി തുറന്നു എന്ന് എഫെസ് ലേഖനം 2:14 മുതൽക്കുള്ള വാക്യങ്ങളിലും എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 17 മുതൽ പ്രത്യേകിച്ച് 19 മുതൽക്കുള്ള വാക്യങ്ങളിലും നാം കാണും. പഴയ നിയമത്തിൽ പുറത്തെ പ്രാകാരങ്ങളിലും പടിവാതിലുകളിലും നിൽക്കുന്നത് തന്നെ ഏറെ ഭാഗ്യകരമായിരുന്നു, സന്തോഷത്തിമിർപ്പുളവാക്കുന്നതായിരുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന ഏകയാഗത്താലും യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന തിരശീല ചിന്തി തുറക്കപ്പെട്ട പുതുവഴിയിലൂടെ കൃപാസനത്തിങ്കിലേക്കും പ്രവേശനം സിദ്ധിച്ചിരിക്കുന്ന നാം എത്രയോ ഭാഗ്യമുള്ളവർ. സ്തോത്രം. അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി നിരന്തരം ദൈവസന്നിധിയിൽ വസിപ്പാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിന് മഹത്വവും വിശുദ്ധന്മാർക്ക് വന്ദനവും നേർന്നുകൊണ്ട് നാം വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. അതിനു മുൻപ് ഒരു പ്രാവശ്യവും കൂടെ നാം 4 വരെയുള്ള വാക്യങ്ങളിൽ പഠിച്ചതിൽ എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നാം 5 മുതൽ ഉള്ള വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നും ഇല്ലെന്ന് കരുതുന്നു. എങ്കിൽ 5 മുതൽക്കുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാമല്ലോ. ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട്
ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ അധ്യായം പോലെ തന്നെ കാഹള ന്യായവിധികൾക്കും കലശ ന്യായവിധികൾക്കും ഇടയിലുള്ള ഒരു ഇടവേളയായി നമുക്ക് മനസ്സിലാക്കുവാൻ ഇതിനോടകം കഴിഞ്ഞു. 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും 2, 3, 4 വാക്യങ്ങളും നാം ഇതിനോടകം മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. അവിടെ 16-ാം അധ്യായത്തിന് വേണ്ടിയുള്ള മുഖവുരയാണ് കാണുന്നത്. പ്രത്യേകിച്ച് 2, 3, 4 വാക്യങ്ങൾ വീണ്ടും ഒരു ഇന്റർല്യൂഡ്, ഒരു ഇടവേളയായിട്ടാണ് നമുക്ക് യോഹന്നാൻ പറഞ്ഞു തരുന്നത്. 14-ാം അധ്യായവും 15-ാം അധ്യായവും ഇടവേളകളാണ്. 15-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ 1-ാം വാക്യത്തിൽ വീണ്ടും പറഞ്ഞു 7 കലശ ന്യായവിധികളുമായിട്ടുള്ള 7 ദൂതന്മാരെ കുറിച്ച്. ആ 7 ദൂതന്മാർ പ്രവർത്തനം ആരംഭിക്കുന്നത് 16-ാം അധ്യായത്തിലാണ്. അവർക്ക് 7 ക്രോധ കലശങ്ങൾ ലഭിക്കുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ച 5 മുതൽക്കുള്ള വാക്യങ്ങളിലും. എന്നാൽ ഇവയ്ക്കിടയിൽ പിന്നെയും 2, 3, 4 വാക്യങ്ങൾ യോഹന്നാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഇതിനിടയിൽ നടക്കുന്ന അല്ലെങ്കിൽ കണ്ട കാര്യത്തെക്കുറിച്ച് വളരെ ധൃതിയോടെ യോഹന്നാൻ വിവരിക്കുകയാണ്. അതിൽ നാം കാണുന്നത് കർത്താവിനോട് കൂടെ ജയാളികളായി നിൽക്കുന്ന മഹാപീഡനകാല വിശുദ്ധന്മാരെയും ആ വിശുദ്ധന്മാർ പാടുന്ന മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ടുകളെ കുറിച്ചുമാണ്. ആ പാട്ടുകൾ യഥാർത്ഥ ആരാധനയുടെ ഒരു ചിത്രം നമുക്ക് നൽകുന്നു. ആ ആരാധനയുടെ ചിത്രം നമുക്ക് 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും ഒക്കെ ഇതിനു മുൻപ് കാണുവാനായിട്ട് സാധിച്ചു. എന്ന് വെച്ചാൽ സ്വർഗീയ ആരാധനയുടെ യഥാർത്ഥമായ അല്ലെങ്കിൽ ഒരു നേർക്കാഴ്ച. ഇവിടെയെല്ലാം പ്രധാനമായും തെളിഞ്ഞു നിൽക്കുന്നത് ദൈവമഹത്വം, ദൈവത്തിന്റെ ആളത്വം, ദൈവത്തിന്റെ പ്രവർത്തികൾ, നമുക്ക് ലഭിച്ച രക്ഷ, യേശുക്രിസ്തു എന്ന ദൈവകുഞ്ഞാടിന്റെ ക്രൂശിലെ പരമയാഗം, അതിലൂടെ നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന വീണ്ടെടുപ്പ് എന്നിങ്ങനെയുള്ള ദൈവീക കാര്യങ്ങളാണ്. ഒരിക്കലും ഭൗതികമായതോ നമുക്ക് ലഭ്യമായ ഭൗതിക വിടുതലുകളോ ഒന്നുമല്ല ആരാധനയിലെ വിഷയം. നമുക്കവയെല്ലാം ഈ ജീവിതത്തിൽ വെച്ച് സ്തോത്രം ചെയ്യുന്നതിന് കാരണമാണ്. ആവർത്തിക്കുന്നു, നമുക്ക് ദൈവം നൽകുന്ന നമ്മുടെ ഭൗതിക ജീവിതത്തിലെ നന്മകൾ, ഉയർച്ചകൾ, വിടുതലുകൾ, സൗഖ്യങ്ങൾ, ഇവയെല്ലാം നാം ഈ ലോക ജീവിതത്തിൽ വെച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കാരണമാണ്. അവകൾക്കൊക്കെ വേണ്ടി നാം സ്തോത്രം ചെയ്യണം. പാട്ടുകാരൻ പറയുന്നത് പോലെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് 1 by 1. നമുക്ക് ദൈവം നൽകുന്ന വളരെ നിസ്സാരമെന്ന് തോന്നുന്ന നന്മകളെ കുറിച്ച് പോലും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം, സ്തോത്രം ഉള്ളവരുമാകണം. We should be thanksgiving, rather thankful to God for even very silly, very minute goodness we experience from God. ദൈവത്തിൽ നിന്ന് നാം അങ്ങനെയുള്ള നന്മകളൊക്കെ അനുഭവിക്കുന്നവരാണ്. നമ്മുടെ ഓരോ ശ്വാസത്തിലും നാം അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ, നന്മകൾ, സൗഖ്യങ്ങൾ, വിടുതലുകൾ
ആശ്വാസങ്ങൾ, സമാധാനം ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി തീർച്ചയായും സ്തോത്രം ചെയ്യണം. പക്ഷേ അവയിൽ നിന്നും വ്യത്യസ്തമാണ് ആരാധന എന്ന് നാം ഇതിനോടകം തന്നെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലോ. സ്തോത്രം, സ്തുതി, ആരാധന ഇവയെക്കുറിച്ച് ഒന്നിലധികം പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അത് ഓർപ്പിച്ചു മാത്രം വിടുന്നു. അതാണ് യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 2 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. വീണ്ടും 1-ാം വാക്യത്തിന്റെ തുടർച്ച നമുക്കുള്ളത് ഈ 5-ാമത്തെ വാക്യത്തിലാണ്. പറഞ്ഞ കാര്യം മനസ്സിലായോ? കൂടെ ഉണ്ടോ എല്ലാവരും? ഇല്ലെന്നാ തോന്നുന്നേ. എനിക്ക് മുഖം കാണാൻ പറ്റുന്നവരുടെ മുഖം പലരുടെയും കണ്ടിട്ട് എന്റെ കൂടെ ഉള്ള ലക്ഷണം ഇല്ല. Many interludes, Pastor. Yes, of course, many interludes. So we are now dealing with the interlude in chapter 15 itself. 15-ാം അധ്യായത്തിൽ തന്നെ കാണുന്ന ഇടവേളയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 15-ന്റെ 1-ാം വാക്യത്തിന്റെ തുടർച്ച 2-ാം വാക്യത്തിലല്ല, 5-ാം വാക്യത്തിലാണെന്നാ ഇപ്പൊ പറഞ്ഞത്. അത്രയും മനസ്സിലായല്ലോ? ഇപ്പൊ മനസ്സിലായി കാണും. ഓക്കെ, 1-ാം വാക്യം. ശരി, 1-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. ഒന്നും കൂടെ വായിച്ചോ. വേഴ്സ് നമ്പർ 1. Then I saw another sign in heaven, great and amazing, 7 angels with 7 plagues, which are the last, for with them the wrath of God is finished. Now jump to verse number 5. After this I looked, and the sanctuary of the tent of witness in heaven was opened. Yeah. Then? And out of the sanctuary came the 7 angels with the 7 plagues, clothed in pure bright linen, with golden sashes around their chests. Yes. See, 1-ാം വാക്യത്തിന്റെ തുടർച്ച നമുക്കുള്ളത് 5-ാം വാക്യത്തിലാണ്. 2, 3, 4 വാക്യങ്ങൾ അതിനിടയിൽ യോഹന്നാൻ തിരികെ ചേർത്തതാണ്. എന്ന് വെച്ചാൽ ആ സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ച്, ഈ മഹാപീഡനകാല വിശുദ്ധന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെ കുറിച്ച് അദ്ദേഹം അവിടെ വിവരിച്ചിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. ഓക്കെ, ഒരല്പം ശ്രദ്ധ പോയാൽ ചിലപ്പോൾ എല്ലാം കൂടെ ഗുലുമലാകാം കേട്ടോ. ഞാൻ അതിനെ ആവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കാണുവാനായിട്ടുള്ളത്. സ്തോത്രം. 5-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് സ്വർഗീയ ടാബർനാക്കിൾ, സ്വർഗീയ കൂടാരം. സ്തോത്രം. ഈ ഭാഗത്ത് നിന്ന് 5 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, വാട്ട് ഈസ് ദി സാങ്ച്വറി ഇൻ ഹെവൻ? ഈ സ്വർഗീയ കൂടാരം എന്ത്? അവിടെ നിന്നും പുറപ്പെടുന്ന ദൂതന്മാരെ കുറിച്ച്, അവരുടെ വസ്ത്രധാരണം, ഇവർക്ക് ക്രോധകലശങ്ങൾ കൈമാറുന്ന 4 ജീവികളിൽ ഒന്ന്. അത് നമ്മളൊന്ന് ഓർത്തെടുത്താൽ മതി. നമ്മൾ 4ഉം 5ഉം അധ്യായങ്ങളിൽ 4 ജീവികളെ കുറിച്ച് പഠിച്ചതാണ്. ഈ സ്വർഗീയ കൂടാരത്തിൽ നിന്ന് പൊങ്ങുന്ന പുക ഇവിടെ വെളിപ്പെടുന്ന ദൈവിക സ്വഭാവം. ഈ വിധ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കുവാനായിട്ടുള്ളത്. വളരെ ലളിതമായ കാര്യങ്ങളാണ്. അധികം നമ്മെ കുഴപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഈ ഭാഗങ്ങളിലില്ല. ഇതിലേറ്റവും ആദ്യം നാം കാണുന്നത് സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു.
സ്വർഗത്തിൽ ഒരു ടെമ്പിൾ, ഒരു സാങ്ച്വറി സ്വർഗത്തിൽ. നമുക്ക് സാക്ഷ്യ കൂടാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമാഗമന കൂടാരത്തെക്കുറിച്ച് അത്യാവശ്യം അറിവുണ്ടായിരിക്കും. മുമ്പൊക്കെ സമാഗമന കൂടാരം എന്നത് നമ്മുടെയൊക്കെ ബൈബിൾ സ്കൂളുകളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. ടാബർനാക്കിൾ ഒരു പ്രധാന വിഷയമായിരുന്നു. സഭകൾക്കകത്ത് നടക്കുന്ന ബൈബിൾ ക്ലാസ്സുകളിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു പഠന വിഷയമായിരുന്നു ടാബർനാക്കിൾ. ഇന്ന് അങ്ങനെ പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊക്കെ വിശ്വാസത്തിലേക്ക് വന്ന സമയങ്ങളിലും കേൾക്കുന്ന പ്രസംഗങ്ങളിൽ കൂടുതലും ഈ സമാഗമന കൂടാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായിരുന്നു. ഞങ്ങൾക്കും ബൈബിൾ സ്കൂളിൽ ടാബർനാക്കിൾ എന്നൊരു വിഷയം പഠിക്കാനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബൈബിൾ സ്കൂളുകളിലെ പാഠ്യപദ്ധതിയിൽ നിന്ന്, കരിക്കുലത്തിൽ നിന്ന് ആ വിഷയം മാറിപ്പോയിട്ടുണ്ട്. സഭകളിലും ടാബർനാക്കിളിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഇന്ന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ അടുത്ത കുറെ വർഷങ്ങളായിട്ട് അങ്ങനെയൊന്നും കേട്ടിട്ട് പോലുമില്ല. നേരത്തെയൊക്കെ അതിലെ ഓരോ കുറ്റിയും കൊളുത്തും പലകയും ഒക്കെ അതിനൊക്കെ ഓരോ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് സഭയെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും ഒക്കെ വളരെ വിദഗ്ധമായി പഠിപ്പിക്കുന്ന ദൈവദാസന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട്. പോകട്ടെ, ഞാൻ അതേക്കുറിച്ചല്ല പറയുന്നത്. എന്നാൽ അങ്ങനെ അതിൻ്റെ കുറ്റിയും കൊളുത്തും പലകയും ഒന്നും നമുക്കൊരു പക്ഷേ വലിയ കാര്യമായിട്ട് ആ വ്യാഖ്യാനങ്ങൾ വെച്ച് മനസ്സിലായില്ലെങ്കിലും സമാഗമന കൂടാരത്തെക്കുറിച്ചൊരു പൊതുധാരണ നമുക്കുണ്ടായിരിക്കും. പൊതുധാരണ ബൈബിൾ സ്കൂളുകളിലെ, പഴയ ബൈബിൾ സ്കൂളുകളിലെ ഒരു പ്രധാന വിഷയമായിരുന്നു നിഴലും പൊരുളും എന്നൊരു വിഷയം. അങ്ങനെയുള്ള പുസ്തകങ്ങളും പഴയ കാലത്ത് ദേവദാസന്മാർ എഴുതിയിട്ടുണ്ട്. ഷാഡോസ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ആൻഡ് ദെയർ ഫുൾഫിൽമെന്റ്സ് ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്. നിഴലും പൊരുളും. അതിൽ ഒരു പ്രധാനപ്പെട്ട നിഴലും പൊരുളുമാണ് ഈ സമാഗമന കൂടാരം എന്ന വിഷയം. ഞാൻ അതിലേക്കല്ല പോകുന്നത്, ഞാൻ അതിൽ വിദഗ്ധനുമല്ല. ബൈബിൾ സ്കൂളിൽ പഠിച്ച കാലത്ത് ഇംഗ്ലീഷൊന്നും അറിയത്തില്ലായിരുന്നു. അന്ന് ഞങ്ങളൊരു അപ്പച്ചൻ പാസ്റ്റർ ഇംഗ്ലീഷിൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് സമാഗമന കൂടാരത്തിന്റെ ഈ ഓരോ ഭാഗങ്ങൾ തന്നെ അന്നൊന്നും മനസ്സിലായിട്ടില്ല. അതിൻ്റെ കൂടെ ഈ ഇംഗ്ലീഷിൽ ആംഗലേയത്തിലും കൂടെ ആയിരുന്നത് കൊണ്ട് ഒട്ടുമേ മനസ്സിലായിട്ടില്ല എന്ന് പറയാം. കൂടാതെ അത് കോളേജിന്റെ സബ്ജക്റ്റ് ആയിരുന്നു, യൂണിവേഴ്സിറ്റിയുടേതല്ലായിരുന്നത് കൊണ്ട് കോളേജ് സബ്ജക്ട്സിന് അത്ര വലിയ പ്രാധാന്യം ആ സമയത്ത് കൊടുക്കാറില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൽ നൈപുണ്യം പഠിപ്പിക്കാനായിട്ട് നേടിയിട്ടില്ല. ഇപ്പോഴും ബൈബിൾ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാൻ നേരം ഈ പഴയ നിയമവും പ്രത്യേകിച്ച് ഈ പഞ്ചഗ്രന്ഥങ്ങളും ഒക്കെ പഠിപ്പിക്കാൻ നേരം ഞാൻ ആവോളം അതിൽ നിന്ന്, ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാറുണ്ട്. ഇതിനേക്കാൾ പഠിപ്പിക്കാൻ കഴിവുള്ളവരെ അത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പഠിക്കാൻ കഴിയുന്നെങ്കിൽ നല്ല കാര്യം. ഒത്തിരി കാര്യങ്ങൾ ദേവദാസന്മാർ വ്യാഖ്യാനിക്കാറുണ്ട്. അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. പോകട്ടെ, അത് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രം. നിഴലും പൊരുളും, സമാഗമന കൂടാരം എന്നൊക്കെയുള്ള പുസ്തകങ്ങൾ പഴയ അപ്പച്ചൻ പാസ്റ്റേഴ്സ് ഒക്കെ എഴുതിയത് ഒരുപക്ഷെ ഇപ്പോഴും ലഭ്യമാകാം. ചിലതൊക്കെ ഔട്ട് ഓഫ് പ്രിന്റ് ആയിരിക്കും, എന്നാലും ചിലതൊക്കെ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള വിശദീകരണത്തിലേക്ക് നമ്മൾ പോയില്ലെങ്കിലും സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള ഒരു പൊതുവായ അടിസ്ഥാനപരമായ ചിന്ത, മനസ്സിലാക്കൽ നമുക്ക് ആവശ്യമുണ്ട്.
സമാഗമന കൂടാരം. അതേക്കുറിച്ച് ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് പറയുവാനായിട്ട് ഉണ്ടെങ്കിലും അതിന് പല പേരുകൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പേരാണ് സാക്ഷ്യകൂടാരം, ടെന്റ് ഓഫ് വിറ്റ്നസ് അല്ലേ? ടെന്റ് ഓഫ് വിറ്റ്നസ് എന്നല്ലേ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്? അതെ. ടെന്റ് ഓഫ് വിറ്റ്നസ്, സാക്ഷ്യകൂടാരം. മറ്റൊന്ന് അവിടെ തന്നെ നാം കാണുന്നുണ്ട്, ദേവാലയം, ടെമ്പിൾ ഓഫ് ഗാഡ്, ടെമ്പിൾ ഓഫ് ഗാഡ്. ടാബർനാക്കിൾ ഓഫ് ടെസ്റ്റിമണി, ടാബർനാക്കിൾ ഓഫ് ടെസ്റ്റിമണി, എക്സോഡസ് 27 വേഴ്സ് 21, പുറപ്പാട് 27 21 വാക്യം. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുമ്പിലുള്ള തിരശ്ശീലയ്ക്ക് പുറത്ത്, അതല്ലേ? 27 21 സംഖ്യാപുസ്തകം 1:50 കൂടെ, നമ്പേഴ്സ് 150. ലേവ്യരെ സാക്ഷ്യനിവാസത്തിനും അതിന് ഉപകരണങ്ങൾക്കും. സാക്ഷ്യനിവാസം, സാക്ഷ്യനിവാസം. ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നു ടാബർനാക്കിൾ ഓഫ് ടെസ്റ്റിമണി എന്ന കൊടുത്തേക്കുന്ന ഭാഗങ്ങൾ അല്ലേ? ഈ 2 വാക്യങ്ങളിലും Yes, Pastor. ഓക്കെ. ടാബർനാക്കിൾ ഓഫ് ടെസ്റ്റിമണി. മറ്റൊരു പേരാണ് റെഫറൻസ് എക്സോഡസ് 27:21, പുറപ്പാട് 27 21, നമ്പേഴ്സ് ചാപ്റ്റർ 1 വേഴ്സ് 50, സംഖ്യാപുസ്തകം 1:50. സംഹാരകൂടാരത്തിന്റെ സാക്ഷ്യത്തിന് മുമ്പിലുള്ള തിരശ്ശീലക്ക് പുറത്ത് അഹ്റോനും അവന്റെ പുത്രന്മാരും. സാക്ഷ്യകൂടാരം, സാക്ഷ്യകൂടാരം. അവിടെ നമ്മൾ കാണുന്നത് സാക്ഷ്യകൂടാരം. മറ്റൊന്നാണ് ടെന്റ് ഓഫ് മീറ്റിംഗ്, ടെന്റ് ഓഫ് മീറ്റിംഗ്. ലേവ്യ 1:1, ലേവ്യ പുസ്തകം 1:1, ലെവിറ്റിക്കസ് 1:1. അവർ മിസ്രൈം ദേശത്തു നിന്നും പുറപ്പെട്ടതിന്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനാ മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, സമാഗമന കൂടാരം. മതി. സമാഗമന കൂടാരം എന്ന് വെച്ചാൽ ആഗമനം. ദൈവവും മനുഷ്യരും തമ്മിൽ, ദൈവവും ഇസ്രായേലും തമ്മിൽ കൂടി വരുന്ന ഇടമെന്നാണ് സമാഗമന കൂടാരം. മീറ്റിംഗ് ഓഫ് tent of meeting. That was the place where God used to meet with his people. ഇതിന് തന്നെയുള്ള മറ്റു ചില റെഫറൻസുകളുണ്ട്, പലതുണ്ട്, 1-2 എണ്ണമേ പറയുന്നുള്ളൂ. എക്സോഡസ് 40 വേഴ്സ് 2 വായിക്കണ്ട, ഇത് തന്നെയാണ് സമാഗമന കൂടാരം. പുറപ്പാട് പുസ്തകം 40 2-ാമത്തെ വാക്യം. വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്, അവിടെയൊക്കെ നമുക്ക് സമാഗമന കൂടാരം എന്ന് കാണാൻ പറ്റും. അടുത്തതാണ്, മറ്റൊരു പേരാണ് സാങ്ച്വറി. സാങ്ച്വറി, തിരുനിവാസം എന്നായിരിക്കണം മലയാളത്തിൽ. നോക്കിക്കാട്ടെ, എക്സോഡസ് 15:17, പുറപ്പാട് 15:17 വാക്യം. നീ അവരെ കൊണ്ടുവന്ന് തിരുനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത്. തിരുനിവാസം, തിരുനിവാസം, സാങ്ച്വറി. അമേരിക്കയിലൊക്കെ മിക്കവാറും ചർച്ചുകളെ സാങ്ച്വറി എന്നാണ് വിളിക്കാറ്. ഇനി മൊത്തം ചർച്ചിനെ വിളിക്കുമോ അതോ ഇനി സ്റ്റേജിനെ, പുൾപിറ്റിനെ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് സംശയമുണ്ട്. സാങ്ച്വറി എന്നാണ് പലപ്പോഴും
നമ്മുടെ മലയാളി പാസ്റ്റേഴ്സും പറഞ്ഞു കേൾക്കാറുള്ളത്, the Lord brought us to his sanctuary, somebody shout hallelujah in his sanctuary എന്നൊക്കെ ഒരു സാധാരണ ശൈലിയാണ് അവിടെ. പക്ഷേ ആ, വേദപുസ്തകം അനുസരിച്ച് ക്രിസ്തീയ സഭകൾ അഥവാ സഭാ മന്ദിരങ്ങൾ ഒന്നും സാങ്ച്വറീസ് അല്ല, സാങ്ച്വറീസ് അല്ല, തിരുനിവാസങ്ങളല്ല. ഭൂമിയിൽ ഒരു സ്ഥലവും ഇന്ന് തിരുനിവാസമായിട്ട് ഇല്ല. ഒരു ഇംഗ്ലീഷ് സ്റ്റൈല് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് അമേരിക്കൻ യൂറോപ്യൻ ശൈലി നമ്മുടെ സഭകളും സ്വീകരിച്ച് ഏറ്റുപറയുന്നു എന്നേ ഉള്ളൂ. സാങ്ച്വറി സാങ്ച്വറി എന്ന് സഭാ ഹാളുകൾക്ക് വേണ്ടിയിട്ട്, സഭാ മന്ദിരങ്ങൾക്ക് വേണ്ടി. കാരണം ദൈവം അവിടെ വസിക്കുന്നില്ല. നമ്മൾ എത്ര എന്താണ് പറയുന്നത്, കാശ് മുടക്കി മനോഹരമായി പണിതെടുത്ത സഭാ പ്രാർത്ഥന ആലയങ്ങളായാലും അവിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. ദൈവമക്കൾ കൂടി വരുന്ന ഇടത്ത് ദൈവ സാന്നിധ്യമുണ്ട്. അത് എവിടെയാണോ അവിടെ, അവരെപ്പോഴാണോ കൂടി വരുന്നത് അപ്പോൾ മാത്രം. നേരത്തെയും നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. പലരും പാസ്റ്റേഴ്സും സോ കോൾഡ് വർഷിപ്പ് ലീഡേഴ്സും പറയുന്ന ഒരു സംഗതിയാണ്, എന്താ, നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പേ നമ്മുടെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കേൾക്കുമ്പം എല്ലാവരും കൂടെ ഹല്ലേലൂയ പറയും. വെറുതെയാ. സ്തോത്രം. ദൈവം സർവവ്യാപി എന്ന നിലയിൽ ദൈവം എല്ലായിടത്തും ഉണ്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരിടവുമില്ല. അത് ദൈവത്തിന്റെ സർവവ്യാപിത്വത്തിലുള്ളത്. അതല്ലാതെ നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പേ നമ്മളെ സ്വാഗതം ചെയ്യാൻ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് എന്നത് വേദപുസ്തകത്തിന് നിരക്കുന്ന ഉപദേശമല്ല. അത് ആവേശത്തിൽ നമ്മൾ പറഞ്ഞു പിടിപ്പിക്കുന്നതാണ്. ഈ കേൾക്കുന്നവരെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആമീനും ഹല്ലേലൂയയും ഒക്കെ പറയും. ഇല്ലെങ്കിൽ ഞങ്ങൾ പറയും, വിശ്വസിക്കുന്നവർ ആമീൻ പറയട്ടെ. പോരാ, ഒരു നല്ല ആമീൻ പറ, ഒരു നല്ല ആമീൻ. എനിക്കിതറിയത്തില്ല ഈ നല്ല ആമീനും നല്ല ഹല്ലേലൂയയും ഒക്കെ എന്തോ ഹല്ലേലൂയാണെന്ന്. നോർത്ത് ഇന്ത്യയിൽ പിന്നെ കേൾക്കുന്ന ഒരു ശൈലിയുണ്ട്, ഒരു പഞ്ചാബി ഹല്ലേലൂയ പറയാമോ, ഒരു പഞ്ചാബി ഹല്ലേലൂയ. ഞാൻ നോർത്തിലൊക്കെ പോകുമ്പം പ്രത്യേകിച്ച് ഈ കൺവെൻഷനുകളിലും ഒക്കെ ഈ പ്രസംഗകരും പാട്ടുകാരും ഒക്കെ പറയാറുണ്ട്, ഒരു പഞ്ചാബി ഹല്ലേലൂയ പറയാമോ എന്ന്. പഞ്ചാബികള് ഹല്ലേലൂയ പറയുന്നത് പ്രത്യേക ട്യൂണ്. അവർ ഒരു ശ്വാസം മുഴുവനും എടുത്തിട്ടാ ഒച്ചത്തിലും പറയും ഹല്ലേ, ഇങ്ങനെ ഒരു ഹല്ലേലൂയ പറയുന്നത്. അതിനെയാ പഞ്ചാബി ഹല്ലേലൂയ എന്ന് പറയുന്ന. അത് പറഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാകും ഓരോരുത്തരും ഹല്ലേലൂയ പറയുന്നതിനൊരു അല്ലെങ്കിൽ ഒരു സ്തോത്രം ചെയ്യുന്നതിന് ഒരു ശൈലികളുണ്ട്. എന്നാൽ നല്ലതും തീയതുമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മുടെ ഇടയിലെ ഭാഷയുടെ ഒരു പ്രശ്നമാണ്. ഓക്കെ, അത് പോട്ടെ. പറഞ്ഞു വന്നത്, ഇവിടെ തിരുനിവാസം സാങ്ച്വറി എന്ന് വെച്ചാൽ ഈ മൊത്തം കൂടാരത്തിനും സാങ്ച്വറി എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിനും സാങ്ച്വറി എന്ന് പറയാറുണ്ട്. തിരുനിവാസം ഈ മൊത്തം കൂടാരത്തെ കുറിക്കുന്നതിനും കൂടാരത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ കൃപാസനം ഇരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്തെ കുറിക്കുവാനും ഈ പേര് ഉപയോഗിച്ചിട്ടുണ്ട്, തിരുനിവാസം. പേരുകൊണ്ട് തന്നെ നമുക്കറിയാം, തിരുനിവാസം. തിരു എന്നത് ദൈവത്തെ കാണിക്കുന്നത്, ആ ദൈവം വസിക്കുന്ന ഇടം എന്നാണ് സാങ്ച്വറി അഥവാ തിരുനിവാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. മന്ദിരം, മന്ദിരം. ഒരു എന്താ ചോദിക്കാണോ? ഒരു കാര്യം, ജസ്റ്റ് ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ തന്നെ
തുറക്കപ്പെട്ട ആലയത്തിന്റെ മുമ്പിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു, സ്വർഗത്തിലെ ആലയത്തിന് മുമ്പിൽ. അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല. അത് നമ്മളിപ്പോൾ ഈ വായിക്കുന്നത് തന്നെയാണ്. സ്വർഗത്തിലെ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു. ആമേൻ. സ്തോത്രം. അത് ദൈവസന്നിധിയിൽ എന്നർത്ഥം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഒരു പ്രാർത്ഥനാ ശൈലി എന്നേ ഉള്ളൂ. അതിൽ വേദവിപരീതമൊന്നുമില്ല. സ്വർഗീയ കൂടാരം തുറന്നിരിക്കുന്നു. എബ്രായർ 9:11 മുതലുള്ള വാക്യങ്ങളിലും ഇപ്പോൾ നമ്മൾ വായിച്ച വെളിപ്പാട് 15:5 വാക്യത്തിലും ഒക്കെ ആ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിൽ തെറ്റില്ല. എന്നാൽ അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ കതവ് തുറന്നകത്ത് വന്ന പള്ളിയെക്കുറിച്ച് ആകരുതെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, എന്റെ വായിൽ അറിയാതെ അങ്ങനെ വരാറുണ്ട്. അതാ ഞാൻ അതിൽ തെറ്റില്ല. അതിന് ഈ വചനങ്ങളുടെ പിൻബലമുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, സ്തോത്രം. ഓക്കെ, അപ്പൊ മറ്റൊരു പേരാണ് ടെമ്പിൾ ഓഫ് ദ ലോർഡ്. നോക്കിക്കേ, 1 ശമൂവേൽ 1:9 വാക്യം. ഫസ്റ്റ് സാമുവേൽ 1:9. 1 ശമൂവേൽ 1:9. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ ആസനത്തിലിരിക്കുകയായിരുന്നു. യഹോവയുടെ മന്ദിരം. അന്നും യെരുശലേമിൽ ഒരു ദേവാലയം പണിയപ്പെട്ടിട്ടില്ല. അവരുടെ മരുഭൂയാത്ര കഴിഞ്ഞു. ഇസ്രായേൽ ദേശത്ത് അഥവാ കനാൻ നാട്ടിൽ, വാഗ്ദത്ത നാട്ടിൽ അവർ എത്തി. അവിടെ അവർക്കിപ്പോൾ സ്ഥിരവാസമാണ്. ആ സ്ഥിരവാസമുള്ള സമയത്തും യെരുശലേം ദേവാലയത്തിന് മുമ്പ്, ശലോമോന്റെ കാലത്തിന് മുമ്പ്, അവർക്ക് കൂടാരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മാറ്റി മാറ്റി അടുക്കില്ലായിരുന്നു എന്ന് മാത്രം. അത് ഉണ്ടായിരുന്നത് ശീലോവിലാണ്, പ്രത്യേകിച്ച് ശമൂവേലിന്റെയും ദാവീദിന്റെയും ഒക്കെ കാലത്ത്. അതുകൊണ്ടാണ് ദാവീദ് താമസിക്കാനുള്ള പാലസ് പണിഞ്ഞതിന് ശേഷം, രാജമന്ദിരം പണിതതിന് ശേഷം പറഞ്ഞത്, ഞാൻ ദേവദാരു കൊണ്ടുള്ള കേദാരി കൂടാരം, കേദാറും ദേവദാരു കൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ഇക്കാലത്തെയും ഏറ്റവും മനോഹരവും വിലപിടിപ്പുള്ളതുമായ തടിയാണ്. അതുകൊണ്ടുള്ള വീട്ടിൽ താമസിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ പെട്ടകമോ പുറമെ എല്ലാവരെയും കാണുമായിരിക്കുമല്ലോ. തിരശീലയ്ക്കകത്തിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് ആദ്യം ദാവീദ് പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയതും ഉസ്സ മരിക്കുന്നതും ഒക്കെ. രണ്ടാമത് 2 ശമൂവേൽ 7 വീണ്ടും താൻ പറയുന്നു, ഞാൻ ഇങ്ങനെ വലിയ മണിമാളികയിൽ രാജകൊട്ടാരത്തിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകം തിരശീലയ്ക്കകത്തിരിക്കുന്നു, അതിന് ഒരു ദേവാലയം ഞാൻ പണിയും. 132 സങ്കീർത്തനത്തിലെ നേർച്ചയൊക്കെ അങ്ങനെ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ദാവീദിന്റെ കാലത്തും പെട്ടകം എവിടെയായിരുന്നത്? തിരശീലയ്ക്കകത്ത്, കൂടാരത്തിനകത്ത്. എന്ന് വെച്ചാൽ ശലോമോന്റെ ദേവാലയം യെരുശലേമിൽ പണിയപ്പെടുന്നത് വരെ ഇസ്രായേലിൽ സമാഗമന കൂടാരമായിരുന്നു എന്നർത്ഥം. അതിനെ ഇവിടെ വിളിച്ചിരിക്കുന്നത് യഹോവയുടെ, എന്തായിരുന്നു വായിച്ചത്? യഹോവയുടെ മന്ദിരം. ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ്. LORD ക്യാപിറ്റൽ ആയിരിക്കും ബൈബിളിൽ, അല്ലേ? യഹോവയുടെ മന്ദിരം.
യഹോവയുടെ മന്ദിരം. അപ്പൊ ലോർഡ്സ് ഇങ്ങനെയുള്ള ഹൗസ് തന്നെ ഇവിടെ. ലോർഡ്സ് ഹൗസ്. വേർഷൻസിൽ വ്യത്യാസം വരും, അർത്ഥം ഒന്ന് തന്നെ. മുമ്പ് ഞാൻ പറഞ്ഞ ഒരു വാക്യം കൂടെ വായിച്ചോളൂ. എബ്രായർ 9:11 വാക്യം. ഹീബ്രൂസ് 9:11. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി. കൂടാരം. ഇംഗ്ലീഷിൽ ടെന്റ് എന്നാണ് കൊടുത്തേക്കുന്നത്, ആയിരിക്കും അല്ലെ? ടാബർനാക്കിൾ. ടാബർനാക്കിൾ. പെർഫെക്റ്റ് ടാബർനാക്കിൾ. ടെന്റ് എന്നുള്ളത് ഈ ടാബർനാക്കിൾ എന്നതിന്റെ ഒരു ചുരുക്കെഴുത്തായിട്ട് കാണാം. സമാഗമന കൂടാരം എന്നാണ് ടാബർനാക്കിൾ. അതിന്റെ ചുരുക്കെഴുത്താണ് കൂടാരം, ടെന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ പേരുകൾ ഈ കൂടാരത്തിന് അല്ലെങ്കിൽ ദേവാലയത്തിനുണ്ട്. സ്തോത്രം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ടെമ്പിൾ എന്നാണ് കൂടുതലായും കാണുന്നത്. യെരുശലേം ദേവാലയം ശലോമോൻ പണിതതിന് ശേഷം ആലയമെന്നും ദേവാലയമെന്നും ആണ് വിളിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ വിവിധ പേരുകൾ നമുക്ക് ഇതിനു വേണ്ടി കാണാം. സ്തോത്രം. ഇനി മറ്റൊരു സംഗതി, ഇതിനെക്കുറിച്ച് നമുക്ക് പല ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നാം കാണുന്നത് ഓരോ വാക്യങ്ങൾ വരുമ്പോൾ ഞാൻ ആ ഭാഗങ്ങൾ പറയാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തേക്ക് ആക്ട്സ് 7:44, അപ്പോസ്തല പ്രവർത്തികൾ 7:44 സ്തേഫാനോസിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ്. നീ കണ്ട മാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കണമെന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരം ഉണ്ടായിരുന്നു. മരുഭൂമിയിലെ സാക്ഷ്യകൂടാരം. ഇസ്രായേലിന്റെ മരുയാത്രാ മധ്യത്തിൽ നമ്മളിപ്പോൾ വായിച്ച സമാഗമന കൂടാരത്തെക്കുറിച്ച് സ്തേഫാനോസ് ഇസ്രായേലിയ പുരുഷന്മാരോട്, മത നേതാക്കന്മാരോട് പറയുന്ന ഭാഗമാണ്. അവിടെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നമ്മളിപ്പോൾ വായിക്കുന്നത് എന്താണ്? സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദേവാലയം. അപ്പോൾ സ്വർഗത്തിൽ ഒരു ദേവാലയം ഉണ്ടെന്ന്. ഭൂമിയിലെ ദേവാലയത്തെ പറ്റി നമ്മൾ ഇതുവരെ പഠിച്ചു. സീനായി മലയിൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ട് വന്ന് 2 വർഷത്തോളം താമസിച്ച സ്ഥലമാണ്. നമുക്കറിയാം സീനായി മല, മൗണ്ട് സൈനായി, മൗണ്ട് ഹോറേബ് ഓർ മൗണ്ടൻ ഓഫ് ഗാഡ്. പ്രധാനമായും ഈ 3 പേരുകൾ അതിനുണ്ട്. സീനായി മല, ഹോറേബ് പർവ്വതം, ദൈവത്തിന്റെ പർവ്വതം. നമുക്കതിനെക്കുറിച്ച് അറിയാം. അവിടെ വെച്ചാണ് മോശ ആദ്യമായി ദൈവിക ദർശനം പ്രാപിച്ചത്. കത്തുന്ന മുൾപ്പടർപ്പിന്റെ ദർശനം, ബേണിംഗ് ബുഷ്. ആ ബേണിംഗ് ബുഷിൽ യഹോവ വെളിപ്പെട്ട് മോശയെ വിളിക്കുന്നത് ഓർക്കുക. അന്ന് ദൈവം മോശയോട് പറഞ്ഞു, നീ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചുകൊണ്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾ എന്നെ ആരാധിക്കും. ഇവിടെ ഈ മലയിൽ നിങ്ങൾ എന്നെ ആരാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ മിസ്രൈമിൽ നിന്ന് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ പ്രവേശിച്ച് അവർ സീനായി പർവ്വതത്തിന്റെ അടിവാരത്തിൽ വന്നു. സീനായി മരുഭൂമി. അവിടെ ഏകദേശം 2 വർഷത്തോളം അവർ പാർത്തു. അതിനിടയിലാണ് മോശയുടെ 2 പ്രാവശ്യത്തെ ഉപവാസം.
പുറപ്പാട് പുസ്തകം 19 അധ്യായം മുതൽ നമുക്കത് കാണാം. 19 മുതൽ 32 വരെയുള്ള അധ്യായങ്ങളിൽ മോശയുടെ ആദ്യത്തെ ഉപവാസവും അനുബന്ധമായ കാര്യങ്ങളും, 34 മുതൽക്കുള്ള അധ്യായങ്ങളിൽ രണ്ടാമത്തെ ഉപവാസവും സമാഗമന കൂടാരത്തിന്റെ സ്ഥാപനവും. Okay, Exodus 19 to 32, we have the history of first 40 days fasting of Moses. And during those times, those 40 days, God took him to himself and shewed the heavenly tabernacle and directed him, instructed him to build a tabernacle. But we know by the end of the first 40 days, there was a calf worship by Aaron and Israelites. Therefore, Moses broke the tablets of commands. And from chapter 34 of Exodus, we see the second 40 days fasting. Again, God called him, gave him the vision of the heavenly tabernacle, instructed him. He came down, built up the tabernacle according to the fashion he saw on the mountaintop. And by the end of Exodus, we see the erection of that tent of tabernacle, tent of meeting. മനസ്സിലായോ? 19 അധ്യായം മുതൽ 32 വരെ മോശയുടെ ആദ്യ 40 ദിവസ ഉപവാസത്തേക്കാണ്. ആ ദിവസങ്ങളിൽ ദൈവം മോശയെ തൻ്റെ അടുക്കൽ വിളിച്ച് അരികിലിരുത്തി സ്വർഗത്തിന്റെ ദർശനം കൊടുത്തു. നമ്മളിപ്പോൾ അപ്പോസ്തലപ്രവൃത്തികൾ 7:44 സ്തേഫാനോസ് പ്രസംഗിച്ചു പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ഉള്ളതിന്റെ പ്രതിരൂപമായി പർവ്വതത്തിൽ വെച്ച് യഹോവ മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം എന്ത് ചെയ്തു? അവൻ എല്ലാം ഉണ്ടാക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. എന്നാൽ പണി തുടങ്ങാൻ പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ അഹരോനും കൂട്ടരും കൂടെ കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചത് നിമിത്തം മോശ വരുന്ന വഴിക്ക് തന്നെ കൽപ്പലകകൾ എറിഞ്ഞുടച്ചു. സംഭവങ്ങൾ നമുക്കറിയാം. 34 അധ്യായം, പുറപ്പാട് 34 അധ്യായം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് മോശയുടെ രണ്ടാമത്തെ ഉപവാസം, 40 ദിവസത്തെ രണ്ടാം ഉപവാസം. പിന്നെയും ദൈവം സ്വർഗീയമായ ദർശനങ്ങൾ നൽകുകയും ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കുകയും വീണ്ടും കൽപ്പലകകളിൽ കൽപ്പനകൾ എഴുതി നൽകുകയും ചെയ്തു. പിന്നീട് മോശ വന്നു. ആ മാതൃകയനുസരിച്ച്, പർവ്വതത്തിൽ കണ്ട മാതൃകയനുസരിച്ച് മോശ സമാഗമന കൂടാരം ഉണ്ടാക്കി. 40 അധ്യായം, പുറപ്പാട് പുസ്തകം 40 അധ്യായത്തോടു കൂടെ ഉണ്ടാക്കിയ തിരുനിവാസം അഥവാ സമാഗമന കൂടാരം നിവർത്തു. ഇറക്ഷൻ ഓഫ് ദ ടെന്റ് ഓഫ് മീറ്റിംഗ്. ഇനി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സമർപ്പണം, ഡെഡിക്കേഷൻ ഓഫ് ദ ടെന്റ്, ഇനാഗുറേഷൻ ഓഫ് ദ ടെന്റ് ഓഫ് മീറ്റിംഗ്. അതാണ് നാം പുറപ്പാടിന്റെ അവസാന അധ്യായങ്ങളിൽ കാണുന്നത്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 40 അധ്യായം 34, 35 എന്ന് വായിച്ചോളൂ. ചാപ്റ്റർ 40 വേഴ്സസ് 34 and 35. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു.
മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. ഇവിടെയാണ് ആദ്യ സമാഗമന കൂടാരത്തിന്റെ സമർപ്പണ ശുശ്രൂഷ. നമ്മുടെ ഭാഷയാണേ, അല്ലെങ്കിൽ പ്രതിഷ്ഠാ ശുശ്രൂഷ. സ്തോത്രം. കത്തോലിക്ക ഭാഷയിൽ പറഞ്ഞാൽ വെഞ്ചരിപ്പ്. നാം ഇവിടെ കാണുന്നത് പോലെ, ഇവിടെ വെളിപ്പാട് 15-ന്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നത് പോലെ ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ടു നിറഞ്ഞു. സ്വർഗീയ കൂടാരത്തിൽ യോഹന്നാൻ ഇപ്പോൾ വെളിപ്പാട് 15-ന്റെ 8-ൽ കാണുന്ന അനുഭവം, സമാഗമന കൂടാരം ആദ്യമായി ഭൂമിയിൽ സീനായി മരുഭൂമിയിൽ നിവർത്തപ്പോൾ മോശയും ഇസ്രായേൽ മക്കളും അനുഭവിച്ച അനുഭവമാണെന്ന് പുറപ്പാട് 40-ന്റെ 34-35 നമ്മൾ കണ്ടു. ഇത്രയും വ്യക്തമാണോ? സ്തോത്രം. ഒരു കൊച്ചു ചോദ്യം. ഭൂമിയിലെ കൂടാരം, സമാഗമന കൂടാരം എന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ, അല്ലെങ്കിൽ യെരുശലേം ദേവാലയം എന്ന് വേണമെങ്കിൽ വിളിച്ചു. ആദ്യകാലത്തത് കൂടാരമായിരുന്നു, പിന്നീടത് ദേവാലയമായി, പെർമനന്റ് ബിൽഡിംഗ് ആയി. രണ്ടായാലും ശരി, ക്രമീകരണം ഒന്ന് തന്നെ കേട്ടോ. പുറംചട്ടയ്ക്കേ ഉള്ളു വ്യത്യാസം. കൂടാരമായിരുന്നപ്പോൾ ഭിത്തിയും തറയും പിന്നെന്താ മേൽക്കൂരയും ഒക്കെ തിരശീലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരുന്നു, താൽക്കാലിക വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. എന്നാൽ യെരുശലേം ദേവാലയം കല്ലും തടിയും ഒക്കെ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ഈ വ്യത്യാസമേ രണ്ടിനുള്ളൂ. പുറംചട്ടയ്ക്കേ ഉള്ളു വ്യത്യാസം. അതിന്റെ ഘടനയ്ക്കോ അവിടുത്തെ വ്യവസ്ഥകൾക്കോ മാറ്റമില്ല. കൂടാരത്തിലായിരുന്നാലും ദേവാലയത്തിലായിരുന്നാലും. അതുകൊണ്ട് കൂടാരമെന്ന് വിളിച്ചാലും ആലയമെന്ന് വിളിച്ചാലും വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ചോദ്യം ഇതാണ്, മോശ പണിത കൂടാരം അല്ലെങ്കിൽ യെരുശലേമിലെ ദേവാലയത്തിന്റെ മാതൃകയാണോ സ്വർഗത്തിൽ, അതോ സ്വർഗത്തിലേതിന്റെ മാതൃകയിലാണോ മോശ പണിതത്? ഉത്തരം വളരെ ലളിതമാണ്. സ്വർഗത്തിന്റെ സ്തോത്രം. വളരെ വ്യക്തമാണ്. നമ്മളിപ്പോൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തികൾ 7:44 തന്നെ സ്തേഫാനോസ് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. So the earthly tabernacle was just a ditto of the heavenly tabernacle. ഭൂമിയിലെ കൂടാരം മോശ പണിതത്, പിൽക്കാലത്ത് ശീലോവിൽ സ്ഥാപിക്കപ്പെട്ടത്, അതിനും ശേഷം യെരുശലേമിൽ ശലോമോൻ പണിതത് സ്വർഗീയ കൂടാരത്തിന്റെ മാതൃകയായിരുന്നു. സ്തോത്രം. ഹീബ്രൂസ് 8:5, എബ്രായ ലേഖനം 8-ന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ. കണ്ടോ? പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യണം. നമ്മൾ ഇതിനു മുമ്പ് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് അക്കാര്യം ആവർത്തിച്ച് വായിച്ചതാണ്. സ്തോത്രം.
പ്രത്യേകിച്ച് 4-ാം അധ്യായവും 5-ാം അധ്യായവും ഒക്കെ പഠിച്ച സമയത്ത് ആവർത്തിച്ച് ദൈവം മോശയോട് പറയുന്നുണ്ട്, പർവ്വതത്തിൽ കാണിച്ചു തന്ന മാതൃക പ്രകാരം തന്നെ നീ അതിനെ ഉണ്ടാക്കണം. സ്തോത്രം. അങ്ങനെ തന്നെ അവൻ അതിനെ ചെയ്തു എന്നും നാം കാണുന്നുണ്ട്. എക്സോഡസ് 39 39-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ വെച്ചു. ഈ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. അതിന്റെ 29-ല് 31-ല് ഒക്കെ നാം അങ്ങനെ തന്നെയാണ് കാണുന്നത്. സ്തോത്രം. 42-ാമത്തെ വാക്യവും കൂടെ, ലാസ്റ്റ് വേഴ്സ് 39-ന്റെ അവസാനം. ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ഇസ്രായേൽ മക്കൾ എല്ലാ പണിയും തീർത്തു. സ്തോത്രം. 40-ാമത്തെ അധ്യായത്തിൽ നാം ആവർത്തിച്ച് അതേ സംഗതി തന്നെ കാണുന്നുണ്ട്. സ്തോത്രം. അവനോട് ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ. സ്തോത്രം. അപ്പം പർവ്വതത്തിൽ, അതായത് മോശ ഉപവസിച്ച ഈ 40 ദിവസങ്ങളിൽ, അതാണ് പർവ്വതത്തിൽ വെച്ചെന്നുള്ളതിന്റെ അർത്ഥം. സീനായി പർവ്വതത്തിൽ മോശയെ ദൈവം തന്റെ അരികിൽ വിളിച്ചിരുത്തി സ്വർഗീയ കൂടാരത്തിന്റെ മാതൃക കാണിച്ചു കൊടുത്തു. അതേ ഡിറ്റോയിലാണ്, അതിന്റെ കോപ്പിയാണ്, അതിന്റെ മാതൃകയാണ് ഭൂമിയിൽ പണിത ദേവാലയം. അപ്പോൾ ഒറിജിനൽ ശരിയായിട്ടുള്ള ദേവാലയം ഏതാ? സ്വർഗീയമായതാണ്. നാം അതാ എബ്രായർ 9-ന്റെ 11-12 വാക്യങ്ങളിലും വായിച്ചത്. കൈപ്പണിയായതല്ല. ഭൂമിയിലേത് കൈപ്പണിയായതാണ്, മനുഷ്യനിർമ്മിതമാണ്. എന്നാൽ സ്വർഗത്തിലേതിന്റെ മാതൃകയാണ് ഭൂമിയിൽ പണിതത്. സ്വർഗത്തിലേത് കൈപ്പണിയായ മനുഷ്യനിർമ്മിതിയായിട്ടുള്ളതല്ല, അസലായിട്ടുള്ള ദേവാലയം സ്വർഗത്തില. അതിനെയാണ് നാം ഇവിടെ 15-ന്റെ 5 വെളിപ്പാട് 15-ന്റെ 5 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണുന്നത്. സ്തോത്രം. ആ ദേവാലയം തുറന്നിരിക്കുന്നു. സ്തോത്രം. സ്വർഗത്തിന്റെ മാതൃകയാണത്. സ്വർഗത്തിന്റെ മാതൃക. ആ സ്വർഗീയ കൂടാരത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടേക്കായിരുന്നു യേശു ക്രൂശു മരണശേഷം പ്രവേശിച്ചത്. തന്റെ രക്തവുമായി. അതാണ് നമ്മൾ എബ്രായർ 9-ൽ വായിച്ചത്. മഹാപുരോഹിതൻ 7-ാം മാസം 10-ാം തീയതി മഹാപാപ പരിഹാര ദിവസം കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം തന്റെയും ഇസ്രായേൽ ജനത്തിന്റെയും പാപത്തിന്റെ പ്രായശ്ചിത്തമായി പാത്രങ്ങളിൽ എടുത്തുകൊണ്ട് ഭൂമിയിലെ തിരുനിവാസത്തിലേക്ക്, അതിവിശുദ്ധ സ്ഥലത്തേക്ക്, കൃപാസനത്തിങ്കിലേക്ക് വിറച്ചു വിറച്ച് കയറിപ്പോ. കൂടെ വരുന്നുണ്ടല്ലോ നിങ്ങൾ? 7-ാം മാസം 10-ാം തീയതി. നമുക്കറിയാം, മോശ മുഖാന്തരം ദൈവം ഇസ്രായേലിന് കൽപ്പിച്ചത് 7 വാർഷിക ഉത്സവങ്ങളാണ്. 7 annual feasts were commanded to Israel through Moses. സ്തോത്രം. അതിലെ 6-ാമത്തേതാണ് ഈ മഹാപാപ പരിഹാര ദിവസം എന്ന് പറയുന്നത്.
ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായം 26, 27 വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ഏഴാം മാസം 10-ാം തീയതി യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, 7-ാം മാസം 10-ാം തീയതി പാപപരിഹാര ദിവസമാകുന്നു. അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. നിങ്ങൾ മതി പാപപരിഹാര ദിവസം. അതിന്റെ അന്നത്തെ യാഗങ്ങളുടെയൊക്കെ വിശദീകരണം 16-ാം അധ്യായത്തിലുണ്ട്. പക്ഷെ നാം അവിടേക്ക് ഇപ്പോൾ പോകുന്നില്ല. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ അന്നത്തെ യാഗങ്ങളുടെ വിശദീകരണമുണ്ട്. അപ്പോൾ ഇസ്രായേലിന് ദൈവം കൽപ്പിച്ചാക്കിയ ഉത്സവങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് ഈ പാപപരിഹാര ദിവസം എന്നുള്ളത്. ദാറ്റ് ഈസ് ആക്ച്വലി ദ ആനുവൽ ഫാസ്റ്റിംഗ് ഡേ ഫോർ ഇസ്രായേൽ. ഇസ്രായേലിന്റെ വാർഷിക ഉപവാസ ദിവസമാണ് ഈ 7-ാം മാസം 10-ാം തീയതി. അത് പ്രായശ്ചിത്ത ദിവസമാണ്. അന്നവര് they had to afflict their souls. ആത്മതപനം ചെയ്യണമായിരുന്നു. ആത്മതപനം ചെയ്യാത്തവനെ ജനത്തിന്റെ ഇടയിൽ നിന്നും കൊന്നുകളയണമെന്നാണ് വ്യവസ്ഥ. ആത്മതപനം, പ്രായശ്ചിത്തം, പശ്ചാത്താപം. അപ്പോൾ മഹാപുരോഹിതൻ പ്രായശ്ചിത്ത യാഗ രക്തവുമായി ആണ്ടിലൊരിക്കൽ ദേവാലയത്തിലേക്ക് എന്ന് വെച്ചാൽ തിരശീലയ്ക്കകത്തേക്ക് എന്ന് വെച്ചാൽ കൃപാസനത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലും. ധൈര്യത്തോടാണോ? അല്ല, വിറച്ചോണ്ടാ ചെല്ലുന്നത്. ജനം എല്ലാ പ്രാകാരങ്ങളിലും നിറഞ്ഞു നിൽക്കും. ശ്വാസം അടക്കിപ്പിടിച്ചാണ് അവർ നിൽക്കുന്നത്. പുരോഹിത വർഗവും അങ്ങനെ തന്നെ. കാരണം തിരശീലയ്ക്കകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. മഹാപുരോഹിതന്റെ വസ്ത്രത്തിൽ ഒരു പ്രത്യേക തരത്തിൽ മണി ശബ്ദം വരത്തക്കതുപോലെ, മണി കിളിങ്ങത്തക്കതുപോലെ മാതള നാരങ്ങായുടെ രൂപവും ഒരു മണിയും ഇടകലർത്തി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, എംബ്രോയിഡറി പോലെ. ഇദ്ദേഹം അകത്ത് കടന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഇതിന്റെ ശബ്ദം കേൾക്കും. ശബ്ദം നിലച്ചാൽ പുറത്ത് നിൽക്കുന്നവർക്ക് ഭയമാണ്. അദ്ദേഹം ശുശ്രൂഷകളൊക്കെ തികച്ച് പുറത്തിറങ്ങി വരാൻ ഒരു നിയമിക്കപ്പെട്ട സമയമുണ്ട്. ആ സമയത്തിനകം ഇദ്ദേഹം വന്നില്ലെങ്കിൽ ജനത്തിന് അങ്കലാപ്പ. ഓർമ്മയുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകന്റെ പപ്പ സഖരിയ പുരോഹിതൻ ഈ മഹാപുരോഹിത വൃത്തിക്ക് വേണ്ടി കൃപാസനത്തിങ്കിലേക്ക് പോയി അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ദർശനം ഉണ്ടാകുന്നതും യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് ദൈവം സംസാരിക്കുന്നതൊക്കെ. അതൊക്കെ ഈ ശുശ്രൂഷയിൽ എക്സ്ട്രായാ, ഇവരുടെ ശുശ്രൂഷയിൽ ഉള്ള കാര്യമല്ല. അതുകൊണ്ട് കുറെ നേരം യോഹന്നാന്റെ പിതാവായ സഖരിയാവിന്റെ അനക്കമൊന്നുമില്ലായിരുന്നു. പുറത്തു വരേണ്ട സമയം കഴിഞ്ഞിട്ടും ആള് പുറത്തു വരാഞ്ഞത് കൊണ്ട് എന്താ വായിക്കുന്നത്? ജനം ആശ്ചര്യപ്പെട്ടു, അവർ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. അയ്യോ, ഇദ്ദേഹത്തിന് എന്തു പറ്റി? കാരണം ജനത്തിന്റെ പാപം ദൈവം ഒരു വർഷത്തേത് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ ഈ മഹാപുരോഹിതൻ മരിച്ചു വീഴും, തിരികെ വരത്തില്ല. അതുകൊണ്ടാ ജനത്തിന് ഭയം. അങ്ങനെ മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ മാത്രം പ്രായശ്ചിത്തത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തവുമായി അകത്തേക്ക് പ്രവേശിക്കും. ഒരു വർഷത്തെ പാപങ്ങളുടെ ക്ഷമയും പ്രാപിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തു വരും. ഭയത്തോടെ.
എന്നാൽ നാം എബ്രായർ 9:11 വായിച്ചു, യേശു മഹാപുരോഹിതനായി ഇതുപോലെ പ്രവേശിച്ചു. പക്ഷേ എന്തും കൊണ്ടല്ല, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, രക്തത്താൽ അല്ല, പിന്നെ സ്വന്തം രക്തത്താൽ തന്നെ. സ്വന്തം രക്തത്താൽ തന്നെ. എവിടേക്കല്ല പ്രവേശിച്ചത്? ഭൂമിയിലെ ആലയത്തിലേക്കല്ല, ഭൂമിയിലെ മാംസ കൈപ്പണിയായ ആലയത്തിലേക്ക് അല്ല അല്ല. പ്രവേശിച്ചത്. പിന്നെ എവിടേക്കാ പ്രവേശിച്ചത്? അവിടെ. പിന്നെ എവിടേക്കാ പ്രവേശിച്ചത്? സ്വർഗീയ ആലയത്തിൽ. സ്വർഗീയാലയത്തിലേക്ക്. സ്തോത്രം. വലിപ്പവും തികവുമേറിയ സ്വർഗത്തിൽ. സ്തോത്രം. ഒറിജിനൽ ആലയത്തിലേക്ക്. ഭൂമിയിലെ കൃപാസനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാമെന്നേ ഉള്ളൂ. എന്നാൽ യേശു പ്രവേശിച്ച ഇടം ദൈവം അക്ഷരികമായി വസിക്കുന്ന സ്ഥലമാണ്. അതാണ് 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ അർപ്പിച്ച. അപ്പോൾ ആ സ്വർഗീയ കൂടാരത്തെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. അങ്ങനെ ഒരു കൂടാരമുണ്ട്. ആ കൂടാരമെന്ന് ഭൂമിയിലെ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അവിടെ അല്ലാതെ കയറും കുറ്റിയും ടെന്റും ടാർപ്പാളിനും ഒന്നും ഇല്ല കേട്ടോ. സ്തോത്രം. അവിടുത്തെ അർത്ഥം എന്തു മാത്രമേ ഉള്ളൂ? ദൈവത്തിന്റെ അക്ഷരീക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടം. ദ വെരി പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടം എന്നാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ഗാഡ്. സ്തോത്രം. അവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇത്രയും വ്യക്തമാണോ? സ്തോത്രം. അവിടേക്കാണ് ഇനിയും നാമും പ്രവേശിക്കാൻ പോകുന്നത് കേട്ടോ. ഇന്ന് യേശുക്രിസ്തുവിന്റെ യാഗത്തിന് ശേഷം നമുക്ക് ദൈവസന്നിധിയിലേക്ക് ധൈര്യത്തോടെ പ്രവേശനമുണ്ട്. എന്നാൽ ഇതും സ്തോത്രം അക്ഷരീയമല്ല. ഇതും ഒരു ആത്മീയ സാന്നിധ്യവും കൃപാസനവും മാത്രമാണ്. എത്രയും വേഗം യേശു പ്രവേശിച്ച അതേ സ്വർഗീയ കൂടാരത്തിലേക്ക് നാമും പ്രവേശിപ്പാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിലൂടെ ദൈവസന്നിധിയിലേക്ക് ധാരാളമായും സ്വതന്ത്രമായും പ്രവേശനം പ്രാപിച്ചവർക്കും തിരുസന്നിധിയിൽ വസിക്കുന്നവർക്കും ദൈവത്തിന്റെ അക്ഷരീയമായ കൂടാരത്തിലേക്ക് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശനം ഉണ്ട്. നാം 21-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അവിടെ മന്ദിരം ഇല്ല എന്ന്. അവിടെ പ്രത്യേകിച്ചൊരു മന്ദിരം ഇല്ല. ഭൂമിയിലെ സമാഗമന കൂടാരത്തിലെ 3 തട്ടുകൾ പോലെ പ്രത്യേകിച്ച് കെട്ടിത്തിരിച്ച ഒരു മന്ദിരം, ഒരു സാങ്ച്വറി അവിടെ ഇല്ല. പകരം സിംഹാസനത്തിലിരിക്കുന്ന ദൈവവും കുഞ്ഞാടുമാണ് അതിന്റെ മന്ദിരം. കാരണം മന്ദിരം എന്നതുകൊണ്ട്, സാങ്ച്വറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സ്ഥലം എന്നതിനേക്കാൾ ദൈവം ഇരിക്കുന്ന, ദൈവം വസിക്കുന്ന ഇടമെന്നാണ്. The very place where God dwells. സ്തോത്രം. ആ സിംഹാസനസ്ഥനായ പിതാവായ ദൈവവും ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തുവും അക്ഷരികമായി നിറഞ്ഞു വസിക്കുന്ന ഇടത്തേക്കാണ് എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാനുള്ളത്. അതിനുള്ള സമയമാണ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് നമ്മുടെ ജീവിതം കഴിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ്